ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ ജീവനക്കാരുടെ നുണ പരിശോധന നടത്താൻ ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ക്ഷേത്ര ജീവനക്കാരായ 6 പേരുടെ നുണ പരിശോധന നടത്താനാണ് തിരുവനന്തപുരത്തെ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത്. നുണ പരിശോധന ആവശ്യപ്പെട്ട് ഫോർട്ട് പോലീസാണ് കോടതിയിൽ അപേക്ഷ നൽകിയത്. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ വാതിൽ സ്വർണം പൂശാൻ പുറത്തെടുത്തതിൽ 13 പവനിലധികം സ്വർണമാണ് കാണാതായിരുന്നത്. ഈ പോലീസ് അന്വേഷണത്തിനിടെ സ്വർണം മണലിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രശാന്ത് കൃഷ്ണൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, പത്മനാഭന്റെ മുതലാണ്, ജീവനക്കാരാണ് സംശയ നിഴലിലുള്ളത്. നുണപരിശോധനയൊക്കെ നടത്തുന്നത് പക്ഷെ ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഇത് മെയ് മാസത്തിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം മോഷണം പോകുന്നത്. അത് ഇപ്പോൾ നമ്മൾ ശബരിമലയിലെ സ്വർണം ചർച്ചയാകുന്ന അവസരത്തിലാണ് ഇത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത്. എല്ലായിടത്തും എല്ലാ ക്ഷേത്രങ്ങളിലെയും സ്വർണം സുരക്ഷിതമല്ല എന്നാണ് ഇതിൽ നിന്ന് തെളിയിക്കുന്നത്. ഈ മെയ് മാസത്തിൽ ഇത് അന്ന് കാണാതാകുന്നു. അന്ന് ക്ഷേത്രത്തിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ അടക്കമുള്ള ഭാഗങ്ങളിൽ സ്വർണം പൂച്ചുന്ന പണി നടത്തിക്കൊണ്ടേ, അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടേ. അപ്പോൾ അതിൻ്റെ ഭാഗമായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ്. അപ്പോൾ ഈ ഏറ്റവും പ്രധാനം അവിടെ സ്ട്രോങ് റൂമിൻ്റെ പുറത്ത് ഉള്ള CCTV പ്രവർത്തിക്കുന്നില്ല. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ മറ്റൊരു CCTV വിഷ്വലൊക്കെയാണ് എടുത്താണ് ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുന്നത്. എന്നാൽ അത് അടുത്ത ദിവസം അവിടെ മണൽപ്പരപ്പിൽ നിന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. ഒരു പേനയുടെ വലിപ്പമുള്ള ഒരു കമ്പി, സ്വർണ്ണ കമ്പിയാണ്. 13 പവനാണ് ഈ സ്വർണ്ണം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് നടന്ന ഓരോ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഫോർട്ട് പോലീസ് പറയുന്നത് ഈ ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് ഹാജരാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുന്നു. അപ്പോൾ കോടതി പറയുന്നത് ഇവരുടെ അഭിപ്രായം ചോദിക്കുന്നു. അപ്പോൾ ജീവനക്കാർ പറയുന്നത്, ജീവനക്കാരെന്ന് വെച്ചാൽ ഈ സ്വർണ്ണപ്പണി ചെയ്യുന്നവരുണ്ട് 3 പേര്, പിന്നെ ക്ഷേത്ര മുതൽപ്പടി, അസിസ്റ്റന്റ് മുതൽപ്പടി, മറ്റൊരു ജീവനക്കാർ, ഈ 3 പേര്, അങ്ങനെ 6 പേരെ അവർ നുണപരിശോധനയ്ക്ക് തയ്യാറാകുന്നു. പക്ഷേ അവർ പറഞ്ഞു പോലീസുകാരെ കൂടി നുണപരിശോധന നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിന് കാരണം ഈ ഇവിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ സ്ട്രോങ് റൂമിൻ്റെ താക്കോൽ ഒരെണ്ണം പോലീസിൻ്റെയിലും ഒരെണ്ണം ഇവരുടെ കയ്യിലുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു CCTV വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ പോലീസ് പറഞ്ഞത് പോലീസുകാരെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നുണപരിശോധന നടത്തേണ്ട കാര്യമില്ല, പോലീസിന് അവരെ വിശ്വാസമാണ്. ഇവരിങ്ങനെ പോലീസുകാരെ കൂടി നുണപരിശോധന നടത്തണമെന്ന ആവശ്യം കോടതിയിൽ പറഞ്ഞു, കോടതിയിൽ ഉന്നയിച്ചു. പക്ഷെ കോടതി ഇപ്പോൾ നിലവിൽ ഇവരുടെ 3 പേരുടെ നുണപരിശോധന മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ കോടതി ഇവരുടെ ആവശ്യം ഇപ്പോൾ പരിഗണിക്കാത്തത് ഇവരുടെ നുണപരിശോധന നടത്തി കഴിയുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാവുന്നതായിരിക്കാം. എന്തായാലും ഇവർ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്നവർ പറഞ്ഞു. അവർ ഞങ്ങൾക്ക് സത്യം തെളിയിക്കണം എന്നതാണ് അവർ പറയുന്നത്. ഇതിലെല്ലാം ഏറ്റവും പ്രധാനം അവിടെ ഇത്തരം ഈ സ്ട്രോങ് റൂമിൽ നിന്ന് ഇത് നിർമ്മാണ പ്രവൃത്തി ഈ പണി നടക്കുന്ന ആലയിലേക്ക് കൊണ്ടുപോകുന്ന വരെയുള്ള ഭാഗത്ത് ഈ CCTV പ്രവർത്തിക്കുന്നില്ല ഒന്ന്. പിന്നെ ഇത് തറയിൽ ചോർന്നു പോകണമെങ്കിൽ ഇത് പൊതിഞ്ഞിരിക്കുന്ന ഒരു സഞ്ചിയിലാണ്. ആ സഞ്ചിയിൽ ചെറിയ ഓളം എന്തെങ്കിലും വേണം, അതൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ മിസ്സായി എന്നുള്ളതിന്റെ ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്തായാലും നുണപരിശോധന കഴിയട്ടെ, നുണപരിശോധന കഴിയട്ടെ. നമുക്ക് പറയാനുള്ളത് ഇപ്പം സന്നിധാനത്താണെങ്കിലും ശരി, പത്മനാഭന്റെ ആണെങ്കിലും ശരി, ദൈവത്തിന് പോലും രക്ഷയില്ലാത്ത കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.